കഴിഞ്ഞ 5.5 വർഷമായിട്ട് എൻ്റെ അച്ഛന് ലിവറിന് അസുഖമായിരുന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്യാതെ പറഞ്ഞിരിക്കുകയായിരുന്നു. 50 ലക്ഷമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങളെ കൊണ്ട് 50 ലക്ഷം കൂട്ടിയാൽ കൂടുന്ന ഒരു എമൗണ്ട് അല്ലായിരുന്നു. അവിടെ ലിവർ ബയോപ്സി ചെയ്ത് കഴിഞ്ഞ് അവിടെ സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ബയോപ്സി റിപ്പോർട്ട് കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ 2 വർഷത്തേക്ക് പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു പോയി. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിൽക്കുമായിരുന്നു. പിന്നുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. അവിടെ ചെന്നാലും രോഗികൾ തറയെ കിടക്കേണ്ട അവസ്ഥയാണ്. വേണ്ടത്ര കാര്യത്തോടെ അവർ നോക്കുന്നില്ല. ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ടുള്ള എറണാകുളത്ത് കൊണ്ടുപോകായിരുന്നു ഹാസ്റ്റലിൽ. ഈ കഴിഞ്ഞ ഡിസംബർ 26 എൻ്റെ അച്ഛൻ്റെ സർജറി കഴിഞ്ഞു. ഞാൻ എൻ്റെ 70% ലിവർ എൻ്റെ അച്ഛന് കൊടുത്തു. സർജറി സക്സസ്ഫുൾ ആയിട്ട് നടന്നു. പക്ഷേ പെട്ടെന്നുണ്ടായ കാർഡിയാക് അറസ്റ്റ് കാരണം ഈ ജനുവരി 30 എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എൻ്റെ അച്ഛനായിരുന്നു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഈ സർജറി നേരത്തെ നടന്നിരുന്നു എങ്കിൽ, അതിനുള്ളൊരു സംവിധാനം നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നതിന് ഒരു പക്ഷേ. എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ നഴ്സാക്കണം എന്ന്. അപ്പം എനിക്കൊരു ചേട്ടനാണുള്ളത്. അച്ഛൻ്റെ അസുഖത്താൽ ഞങ്ങൾക്ക് പഠിക്കാൻ മുമ്പോട്ട് പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ പഠിത്തം നിർത്തി. എൻ്റെ ചേട്ടൻ അതിന് മുമ്പേ പഠിത്തം നിർത്തിയാണ്. ഞങ്ങളുടെ വീടിപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. എൻ്റെ അച്ഛൻ്റെ സഞ്ചയനത്തിൻ്റെ അന്നായിരുന്നു എൻ്റെ വീടിൻ്റെ ജപ്തി ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയത്. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇപ്പം നിൽക്കുന്ന ഒരവസ്ഥയാണ്. മുമ്പോട്ട് ഇനി പഠിക്കുന്ന കാര്യം എങ്ങനെയാണ് എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് സാറിനോട് പറയാനുള്ളത്, ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ ഒന്ന് നന്നാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പകുതി ജീവനെങ്കിലും നഷ്ടപ്പെടാതിരിക്കും. അതാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. പിന്നെ അമൃത പ്രദീപിനെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മോള് +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിതാവിന് 70% ലിവർ കൊടുത്ത ഒരാളാണ്. നിങ്ങൾ 2 കുട്ടികളും പഠിത്തം നിർത്തിയ 2 കുട്ടികളും ഒരു കാരണവശാലും പഠിത്തം നിർത്താൻ പാടില്ല. 2 കുട്ടികളും പഠിക്കണം. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യും. ഞാൻ വിശദാംശങ്ങളിലൂടെ പറയുന്നത് ശരിയല്ല. ഒരു കാര്യം തീർച്ചയാണ്, അവർ പഠിത്തം നിർത്തില്ല. 2 കുട്ടികളും പഠിക്കും, തുടർന്ന് പഠിക്കും. അത് ഞാൻ നേരിട്ട് ശ്രദ്ധിച്ചോളാം. ബാക്കിയുള്ള സഹായങ്ങളെല്ലാം ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ആ കുട്ടി പഠിത്തം നിർത്തി വീട്ടിലിരിക്കാൻ പാടില്ല. അത് നമ്മളത് പരിഹാരം ഉണ്ടാക്കും, ഉറപ്പായിട്ട് പരിഹാരം ഉണ്ടാക്കും.